ാനല്ലേ നിങ്ങൾ പോയേ? അതല്ലാണ്ട് ആ ആളുടെ സങ്കടത്തിനെ നിങ്ങൾ ഏറ്റെടുക്കാമെന്ന് നേർച്ചയെന്ന് നേർന്നിട്ടല്ലല്ലോ. ആണോ? അവിടെ ദയവ് ചെയ്ത് മറ്റൊരാളുടെ ഇമോഷൻസിനെ നമ്മൾ എടുത്ത് നമ്മൾ ക്യാരി ചെയ്ത് നമ്മുടെ ആരോഗ്യത്തിനെ ഇല്ലാണ്ടാക്കിക്കളെ. ലേൺ ടു പോസ് ബിഫോർ റിയാക്ട്. നിങ്ങൾ ഒരു കാര്യത്തിൽ റിയാക്ട് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് പോസ് ചെയ്യും. പലപ്പോഴും ഇമോഷൻസ് ഇങ്ങനെ തള്ളിക്കേറി വരുമ്പോൾ നമുക്ക് വായി തോന്നിയതൊക്കെ പറയാൻ തോന്നും അല്ലേ? നമ്മുടെ ഒരു പ്രത്യേകിച്ച് നമ്മളൊക്കെ വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞാൽ. പക്ഷേ അടുത്ത വട്ടം നിങ്ങൾ അങ്ങനെ ഇമോഷണലി ബ്രേക്ക് ആകുന്നു തോന്നുമ്പോൾ ഒരു കുഞ്ഞി പോസ് എടുക്കും. ഞാൻ ഈ പറഞ്ഞത് ഓർത്ത് വെച്ചിട്ട് പോസ് എടുക്കും. എന്നിട്ട് ആലോചിച്ച് മാത്രം പറയാൻ ശീലിക്കും. ആദ്യം കുറച്ച് ദിവസമൊന്നും പറ്റത്തില്ല, പക്ഷേ പതിയെ 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 നിങ്ങൾ ഇമോഷണലി സ്ട്രോങ് ആവും. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ മുറിവ് ഉണ്ടാക്കിയ ആളെ കൊണ്ട് മുറിവ് ഉണക്കിപ്പിക്കണമെന്ന് വാശി പിടിക്കണം. പലപ്പോഴും ഇമോഷണലി നമ്മൾ തകർന്നു പോകുന്നൊരു പ്രശ്നമാണ്. ഒരാൾ നമ്മളെ വല്ലാണ്ട് മുറിച്ചു, അയാൾ തന്നെ ആശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് അയാൾ വരില്ലേ, അയാൾ ആശ്വസിപ്പിക്കത്തില്ല. അപ്പൊ നമ്മുടെ ഈ മുറിവ് കൂടുകയുള്ളൂ. ഒരാൾ മുറിച്ചാൽ എന്നെ അങ്ങനെ മുറിക്കാനാകില്ല എന്ന് പറയാൻ തക്കതായി, എന്ന് മനസ്സിലാക്കാൻ തക്കതായി ഇമോഷണലി സ്ട്രോങ് ആകാൻ നിങ്ങൾക്ക് പറ്റണം.